ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വൈകുന്നേരം ഞങ്ങൾ റാൻജോയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി. പുഴയിലേക്കുള്ള വഴിയിലൂടെ ആട്ടോ പോകുന്നത്. കുറച്ചുകൂടെ നടന്നാലേ പുഴയിലെത്തും. ഈ പോകുന്ന വഴി നല്ല രസാട്ടോ കാണാൻ, നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വൈബാ. ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്, കുറെ കല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വീതി കൂട്ടുക, റോഡ് വരിക, എന്തോ എന്തോ പണി നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നാണത് കാണുന്നത്. എന്തായാലും ഞങ്ങൾ പുഴയിലേക്ക് എത്താനായിട്ടോ. നല്ലൊരു അന്തരീക്ഷം അവിടെ. എന്താ പറയാ, ഒരു മഴക്കാറൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട്. ചെറിയൊരു മഴയൊക്കെ പെയ്യാനുള്ളൊരു കോള് കാണുന്നുണ്ട്. നല്ല വേനലല്ലേ ഇപ്പൊ മഴ പെയ്താ നല്ലൊരു സുഖമായിരിക്കും അല്ലെ. റാഞ്ചോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിട്ടോ. റാഞ്ചോ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ഞങ്ങള് വൈകുന്നേരം ഇങ്ങനെ സൺഡേ ഒക്കെ ആകുമ്പോ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോ അവന് നീന്തി കളിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഈ കയറിന് അധികം നീളമല്ലാത്തത് കൊണ്ട് അവന് ദൂരേക്കൊന്നും പോവാൻ കഴിയുന്നില്ല. എന്തായാലും അവന് കഴിയുന്ന പോലെയൊക്കെ അവൻ കുളിച്ച് കേറിയിട്ടുണ്ട്. പിന്നെയും വീണ്ടും ഇറങ്ങുക കേട്ടോ. നല്ല നീന്തലുകാരനാണ്. എന്തായാലും അവന് നല്ലൊരു സുഖം കിട്ടിയിട്ടുണ്ടാവും. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഇനി ഞങ്ങൾ പുഴയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോവാട്ടോ. അപ്പുറത്ത് ആൾക്കാരൊക്കെ കുളിക്കുന്ന, അലക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആരും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ റാഞ്ചോനെ ഒന്ന് ഇറക്കാനും പറ്റുമെന്ന് നോക്കാം. ഈ വഴി അതേപോലെ തന്നെ നല്ലൊരു രസാട്ടോ കാണാൻ. ആ മതിലൊക്കെ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആ. പഴയകാല ഒരു മതിൽ, അതൊന്നും പുതുക്കി പണിതിട്ടൊന്നുമില്ല. നല്ല രസാ കണ്ടോ. അടുക്കി പെറുക്കി വെച്ച പോലെ കല്ലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ പഴയ ഇടവഴികളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ. ഇപ്പൊ ഇങ്ങനത്തെ ഇടവഴികളൊന്നും അധികം കാണാനില്ല. എല്ലാം വീണ്ടും മാറ്റി കെട്ടിയിട്ട് ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ആ പാർക്ക് നല്ല ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ പുഴേന്റെ തന്നെ വേറൊരു ഭാഗത്തൊരു വയോജന പാർക്ക് ഉണ്ട്. അതേപോലെ ഇത് കുറച്ചുകൂടെ നീളത്തിൽ അങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കാൻ നല്ല രസമായിരിക്കും. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ അടുത്തുള്ളവർക്കും ഇനി ദൂരേന്ന് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഈ പുഴയൊക്കെ കാണാനായിട്ട്. അങ്ങനെ വരുന്നവർക്കൊക്കെ നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു പാർക്കാണ്. ആര്യൻ അതിനുള്ളിൽ പോയി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ആൽമരം കണ്ടോ. ഇവിടെ നമ്മൾ ബലിയിടുന്ന സമയത്തൊക്കെ ഇവിടെ ബലിയിടലൊക്കെ നടത്താറുണ്ട്. ഇനി നമ്മള് ഈ ഭാഗം നോക്കിയാൽ നല്ല രസാട്ടോ. നിറയെ പാറകളൊക്കെ ആയിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ ചാറുന്നുണ്ട്. വെള്ളത്തിലേക്ക് നോക്കിക്കേ, കാണാം നമുക്ക് നന്നായി ചാറുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ആര്യനും വിവേകനും റാഞ്ചോയും കൂടെ നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇരിക്കാൻ. അങ്ങനെ നല്ല രസമുണ്ട്. എന്തായാലും റാഞ്ചോയ്ക്ക് അടിപൊളിയായി. നല്ല മഴയും കൂടെ പെയ്തോടെ നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ വേഗം പാറയിലേക്ക് കയറിയിരുന്നു കേട്ടോ. അവിടെ അങ്ങനെ മഴ കൊള്ളുന്നില്ല. അപ്പോ നല്ല രസമായിട്ട് റാഞ്ചോന്റെ കൂടെ നല്ലൊരു ട്രിപ്പായി. നല്ല പുഴയുടെ ഭംഗിയും അതൊക്കെ ആസ്വദിച്ച് റാഞ്ചോയും നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എപ്പോഴും അവനിങ്ങനെ ഇളകി കളിക്കും. ഒരു സ്ഥലത്ത് ഇരിക്കാൻ അവന് പറ്റില്ല. എപ്പോഴും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കളിയാണ്. എന്തായാലും ഞങ്ങള് നല്ല രസമായിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഇനി ഈ പുഴയുടെ ആ ഭാഗത്തേക്ക് പോയാല് നമുക്കൊരു ഇതേപോലെ തന്നെ പാറയും ഒക്കെ ഉണ്ടേ. ഞങ്ങൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോവാണ് കേട്ടോ. അവിടെ എത്താനായിട്ടുണ്ട്. അവിടെ ആവുമ്പോ നമുക്ക് അങ്ങനെ മഴയൊന്നും കൊള്ളൂല. ആ പാറേന്റെ മുകളിൽ ഇരുന്നാൽ അവിടെ നിറയെ മരങ്ങളാ. അതുകൊണ്ട് തന്നെ ആ പാറേന്റെ മുകളിലേക്ക് നോക്കിക്കേ, ഒരു തുള്ളി വെള്ളമായിട്ടില്ല അവിടെ. അപ്പൊ നമുക്ക് അവിടെ ഞങ്ങൾ നല്ല സുഖമായിട്ടിരുന്നു കേട്ടോ. ഇപ്പൊ മഴ നന്നായിട്ട് കൂടി കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അവിടെ നല്ല തീരെ നനഞ്ഞിട്ടില്ല. അതിന്റെ മുകളിലേക്ക് സ്റ്റെപ്പൊക്കെ കണ്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് പുഴ കാണാട്ടോ. പുഴ മുഴുവനായിട്ട് നല്ല ഭംഗിയായിട്ട് കാണാം. എന്ത് രസമല്ലേ കാണാൻ. നമ്മളെ ഈ പുഴയും വയലും ഒക്കെ നല്ലൊരു പ്രകൃതിന്റെ എന്താ പറയാ, ഭയങ്കര ഒരു രസമായിട്ടുള്ളതാ. ഇതൊന്നും നമ്മൾ നശിപ്പിക്കരുത്. ശരിക്കും ഈ പുഴയിലൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ, നമ്മൾ ആര്യനെന്തോ ആലോചനയിലാട്ടോ. പുഴയിലൊന്നും പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ ഇരുന്നാലേ നമുക്ക് പുഴയൊന്നും അങ്ങനെ അഴുക്കാവില്ല. അതേപോലെ വയലുകളൊക്കെ, ഞങ്ങളെ മുന്നിൽ തന്നെ ഉള്ള വയലുകളൊക്കെ ഇപ്പൊ നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു സങ്കടമാണ് നമുക്ക് കാണുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ, ഈ പുഴയിലെ വെള്ളമൊക്കെ എന്തായാലും വയലിലേക്കൊക്കെ കയറും. അപ്പൊ അവിടെ നിൽക്കാൻ സ്ഥലമില്ലാതെ അത് അടുത്തുള്ള വീടുകളിലേക്കൊക്കെ കയറാൻ തുടങ്ങും. 2018 ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇനിയും നമ്മളിങ്ങനെ നികത്താനൊക്കെ തുടങ്ങിയാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പൊ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. നമ്മളെ റാഞ്ചോനെ പോലെ തന്നെയുള്ള ഒരു
ഡോഗ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. റാഞ്ചോ ഇപ്പോഴാ കാണുന്നത്. അവൻ കൊരച്ചു ചാടി. ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവനെ അവിടുന്ന് മാറ്റിയതാട്ടോ. നമ്മുടെ റാഞ്ചോനെ പോലെ തന്നെ ലാബ് തന്നെയാണെന്ന് തോന്നുന്നു അതും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റി ഇവിടേക്ക് കൊണ്ടുവന്നു. പിന്നെ അവൻ അതിനെ കണ്ടു കേട്ടോ. അതിനെ കാണുമ്പോ ഭയങ്കര അതിന് വലിയ പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ റാഞ്ചോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിന്റെ മുകളിലേക്ക് ചാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവനെയും കൊണ്ട് സ്ഥലം വിട്ടു. വേഗം ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴേക്കും മഴ കുറച്ച് തോർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശമൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അവിടെ മേഘങ്ങളൊക്കെ കൂടി എന്തോ ഒരു പ്രത്യേക കളറിലൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും വയലിലേക്ക് എത്തി. വയലൊക്കെ കണ്ടോ, എന്ത് ഭംഗിയാ കാണാൻ. ഇവിടെ കുറെ മാവുണ്ട് കേട്ടോ. മാവില് നിറയെ മാങ്ങയാണേ. ആര്യന്റെ മുടിയൊക്കെ നനഞ്ഞ് നല്ല സ്പൈക്ക് ആയിട്ടുണ്ട് കേട്ടോ. അവനെന്തായാലും നല്ല ലുക്കായി മുടിയൊക്കെ നനഞ്ഞപ്പോ. റൊണാൾഡോനെ പോലെയാണെന്നും പറഞ്ഞ് എന്തൊക്കെയോ കളിക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങള് റാഞ്ചോനെയും കൊണ്ട് വയലിലൂടെ വീട്ടിലേക്ക് പോവാട്ടോ. അതിനിടയിൽ റാഞ്ചോനെ അവിടെ നിന്ന് കുറച്ച് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് എത്താറായിട്ടോ. വീട്ടിലേക്ക് എത്താറായപ്പോ റാഞ്ചുവിന് തിരക്കായിട്ടോ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങള് വീട്ടിലേക്ക് പോവാണേ. ഓക്കെ, ഇനി വേറൊരു ദിവസം ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും വരാട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെയും നമ്മുടെ റാഞ്ചോനെയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയറും ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ വീടെത്തിട്ടോ. ഇനി റാഞ്ചോ നേരെ കുളിക്കാനുള്ള പോക്കാട്ടോ. കുളിച്ചു കഴിഞ്ഞേ കൂട്ടിലേക്ക് കയറും. അപ്പൊ നേരെ അവൻ പൈപ്പിന്റെ ചോട്ടിലേക്കാണ് കേട്ടോ പോയത്. എന്നാ ശരി കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.